ഏറെ സങ്കടകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ആദരം നൽകി ഭൗതിക ശരീരം ഏറ്റുവാങ്ങി പുല്ലാട്ടെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ആംബുലൻസ്. 2 മണിക്കൂർ സമയമെടുക്കും. 10 മണിയോടുകൂടി 3 മണിക്കൂറിന് ശേഷം 10 മണിയോടുകൂടിയാണ് പുല്ലാട്ട് ഈ ഭൗതിക ശരീരം എത്തിച്ചേരുക. തുടർന്ന് രഞ്ജിനി പഠിച്ച സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. വീട്ടിലും പൊതുദർശനത്തിന് ശേഷമാണ് വൈകിട്ട് 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥുൻ മുരളി ചേരുന്നുണ്ട് ഈ സ്കൂളിൽ നിന്ന്. മിഥുൻ, എല്ലാവർക്കും വലിയ വിഷമം. എങ്ങനെയാണിത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം രഞ്ജിതയെ അറിയാവുന്ന നാട്ടുകാരാണ്, നമ്മളൊക്കെ ഇതുവരെ അറിയാതിരുന്ന ആളുകളാണ്. പക്ഷെ അറിയാവുന്ന ആളുകൾക്ക് യാത്ര പറഞ്ഞവൾ പോകുമ്പോൾ ഏറെ സന്തോഷത്തോടെ തിരിച്ചു വരുന്നത് കാത്തിരുന്നവൾ. ആ വീട് മിഥുൻ സൂചിപ്പിച്ചു, ആ വീട് ഏകദേശം 80% പണി തീർന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വന്നൊരു ചടങ്ങ് നടത്താനിരുന്നതാണ്, ഗൃഹപ്രവേശം നടത്താനിരുന്നതാണ്. പക്ഷേ ആ ചടങ്ങിലേക്ക് രഞ്ജിത ഇപ്പോൾ തന്നെ നാട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ടും ഉണ്ടാകാം. എങ്ങനെ ആ വീട്ടിലേക്ക് കടന്നു വരും എന്നറിയാത്ത ആളുകൾ കൂടി ഉണ്ടാകും. വലിയ വിഷമത്തിലായിരിക്കാം അവിടെയുള്ളവർ. മിഥുൻ അത് വിവരിച്ചു വരികയായിരുന്നു. പറയൂ. വീണ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറെ നിസ്സഹായാവസ്ഥ എന്ന് പറയാം. ഓരോ മനുഷ്യരെയും അവിടെ എത്തുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തുന്ന മനുഷ്യരുടെ എല്ലാ മുഖത്ത് നിസ്സഹായതയാണ്. എങ്ങനെ ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും, രഞ്ജിതയുടെ 2 മക്കളെയും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഥകയും, ഈ 2 കുഞ്ഞുങ്ങളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, തങ്ങളുടെ അമ്മ തിരികെ എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളെ ഇനി ഞങ്ങളുടെ അമ്മ തിരികെ എത്തില്ല, ഈ ലോകത്തില്ല എന്നും എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയായിരുന്നു എല്ലാ മനുഷ്യരുടെയും മുഖത്ത് തളം കെട്ടിയിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നാടിപ്പോഴും രഞ്ജിതയുടെ ഈ ഒരു ദുഃഖവാർത്ത ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഈ മാസവും ഇവിടേക്ക് എത്തിയപ്പോൾ 6 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് എത്തിയപ്പോഴും വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയപ്പോഴും എല്ലാം ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ്, ഇനി ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തും, അമ്മയോടും കുഞ്ഞുങ്ങളോടുമൊപ്പം നാട്ടിലുണ്ടാകും, സർക്കാർ ഉദ്യോഗത്തിൽ തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത നാട്ടിൽ നിന്നും പോയത്. വളരെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല ഭേദപ്പെട്ട ഒരു ജീവിത സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ സർക്കാർ ഉദ്യോഗം ലഭിച്ചെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, എങ്ങനെ ഈ കുട്ടികളെ നമ്മൾ ഈ യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കും എന്ന് നമുക്കറിയില്ല. അവർക്ക് ഇനി എന്ത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രായമാണ് എന്ന് നമുക്കറിയാം. മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന്. മിഥുൻ മുരളിയോട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ നാട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെ ദുഃഖം താങ്ങാൻ കഴിയുന്നു എന്നുള്ളത്. മിഥുൻ അയ്യപ്പൻ, മിഥുനും ഇതേ ഒരു സാഹചര്യത്തിലായിരിക്കാം. രഞ്ജിതയുടെ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തുമ്പോൾ 2 കുഞ്ഞുങ്ങൾ, നമ്മൾ അവരോട് എന്തു പറയും? ഈ ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. ഒപ്പം അമ്മ, മകൾ തണലാകും എല്ലാ കാലവും എന്ന് കരുതിയ അമ്മ, ഏകദേശം പണി പൂർത്തിയായി കിടക്കുന്ന ആ വീട് എല്ലാം അവിടെ ബാക്കി നിർത്തിയാണ് രഞ്ജിത തിരിച്ചു വരുന്നത് ചേതനയേറ്റ്. വിവരങ്ങൾ മിഥുൻ. തീർച്ചയായിട്ടും വീട, നമുക്ക് ഈ ഒരു ദുരന്ത വാർത്ത, ഈ അപകട വാർത്ത അറിഞ്ഞ അതേ നിമിഷം മുതൽ ഈ നാടെല്ലാം അങ്ങ് തരിച്ചിരിക്കുകയായിരുന്നു. കാരണം രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്കെല്ലാം അറിയാം, ഒരു ജീവിതത്തോട് പടവെട്ടിയ ഒരു വ്യക്തിത്വമാണ് രഞ്ജിത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലാണെങ്കിലും പഠനത്തിലുമെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ മികച്ചു നിൽക്കുകയും വളരെ കഷ്ടപ്പെട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ സർക്കാർ ജോലി കരസ്ഥമാക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് ഒരു വിവാഹവും, പക്ഷെ അതിന് പിന്നാലെ ആ ഒരു ബന്ധം വേർപിരിയലുമെല്ലാം വളരെ ധൈര്യപൂർവ്വം തന്നെ അവർ അത് മറികടന്നു. ആ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് ജീവിതത്തിൻ്റെ കരു പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം അവരെ തേടിയെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോരാളിയുടെ വീഴ്ച എന്ന് പറയുന്നത് ഈ നാടിനെ ഒന്നാകെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ രഞ്ജിതയാണ് നമുക്ക് പല സുഹൃത്തുക്കളുമായി ഈ വിവരവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നത്, ഇത്തരത്തിലൊരു മലയാളി ഇത്തരത്തിൽ ഈ വിമാനാപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴും രഞ്ജിതയാണ് എന്ന് പേരുകൾ പുറത്തു വന്ന നിമിഷം പോലും അത് ഞങ്ങൾ അറിയുന്ന രഞ്ജിതയാകരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ
ആ പ്രാർത്ഥനകളെല്ലാം തന്നെ വിഫലമായിരുന്നു. അവസാനം 11 ദിവസങ്ങൾക്ക് ശേഷം, അപകടത്തിൻ്റെ 11 ദിവസങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പോൾ ആ വീട്ടിലേക്കുള്ള യാത്രയിലാണ്, മടക്ക യാത്രയിലാണ്. ഈ വീട് രഞ്ജിതയെ കാത്തിരിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നില്ല എന്നുള്ളത് കാണാം. കാരണം നമുക്കറിയാം, എനിക്ക് പുറകിൽ കാണുന്ന ആ വീട് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വീടാണ്. അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവിടേക്ക് കയറി താമസം നടത്തേണ്ടതാണ്. ആ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പക്ഷേ രണ്ട് മുറികൾ മാത്രം പണി പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ മക്കളെയും അമ്മയെയും അതിനകത്തേക്ക് താമസം മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോയി മറ്റ് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്ത് വീടിൻ്റെ പണി പൂർണ്ണമായി പൂർത്തിയാക്കിയതിന് ശേഷം മടങ്ങി വരണമെന്നുള്ളതൊക്കെയായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലേക്ക് തിരികെ എത്താൻ പോകുന്നത് രഞ്ജിതയുടെ ചേതസറ്റ ശരീരമാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വിവരം. നമുക്കറിയാം, ഈ വിവരം അറിഞ്ഞ മുതൽ തന്നെ ഈ കുട്ടികളെല്ലാം തന്നെ തകർന്ന നിലയിൽ തന്നെയായിരുന്നു. കാരണം ഈ തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിവരം ഈ കുട്ടികൾ കേട്ടത് അവരുടെ മനസ്സിനെ ആകെ ഉലച്ചു കളഞ്ഞിരുന്നു. അവരുടെ സഹപാഠികൾ, സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ എത്തുമ്പോഴും ആ സങ്കടം അണപൊട്ടി ഒഴുകുന്നതും, ഒപ്പം തന്നെ അതിലേക്ക് ആ കുഞ്ഞു കരങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ജനം ടി വിയിലൂടെ പ്രേക്ഷകരൊട്ടാകെ കണ്ടതാണ്. അവരെ കണ്ണീരൊപ്പാനും അവരെ വാരിപ്പുണരാനും ആ കുട്ടികൾ തന്നെ രംഗത്തെത്തിയത് വളരെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കരുതലിൻ്റെ കൂടി കാഴ്ചയായി ആ കാഴ്ചകൾ മാറി. ഏതായാലും ഇപ്പോൾ ആ രഞ്ജിതയെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ബന്ധുക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പിക്കാനും അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കാനുമായി വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ തിരക്കായിരുന്നു. നമുക്കറിയാം, ആദ്യം ഈ വീട്ടിലേക്ക് ഓടിയെത്തിയ ഒരാൾ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ഈ അപകടം നടന്ന ദിവസം തന്നെ ഈ വീട്ടിലേക്ക് എത്തി പൂർണ്ണമായിട്ടുള്ള പിന്തുണയും എല്ലാ നടപടികളും എല്ലാ നടപടികളും വേഗത്തിലാക്കുമെന്നും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും ഉണ്ടെന്നും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സംരക്ഷണവും നിങ്ങൾക്കുണ്ടാക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടുന്ന് മടങ്ങിയത്. അതിന് തൊട്ട് ദിവസം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോട് എത്തുകയും എല്ലാ വിധത്തിലുള്ള പിന്തുണ നൽകുകയും ഒപ്പം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിവിധ ആളുകൾ, പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തി അവർക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. വിവിധ മത നേതാക്കളും സംഘടനാ നേതാക്കളുമെല്ലാം ഇവിടെ എത്തിയിരുന്നു. അത്തരത്തിൽ ഈ നാടൊട്ടാകെ ഈ ദുരന്തത്തിൽ അവരെ വീണു പോകാതിരിക്കാൻ താങ്ങി പിടിക്കുകയാണ് ഈ നാട് ഒന്നാകെ. ഈ നാട് മാത്രമല്ല, മലയാളികൾ ഒന്നാകെ ഈ രഞ്ജിതയുടെ ഈ വേർപാടിൻ്റെ ദുഃഖത്തിനൊപ്പം ചേരുകയാണ് ഇന്ന്. ഏതായാലും രഞ്ജിത പഠിച്ച സ്കൂളിലേക്കാണ് മൃതദേഹം എത്തിക്കുന്നത്. അവിടെ ആ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ മകൻ ഇന്ദുചൂടനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അവിടെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരികയും മന്ത്രി VM വാസവൻ അടക്കമുള്ളവർ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി അവർക്കൊപ്പം ഉണ്ടാകും, വീട്ടിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 4:30 കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഈ വീട്ടിലേക്ക് പുറത്തുനിന്നുള്ള ആരും എത്തിച്ചേർന്നിട്ടില്ല. ഒരുപക്ഷെ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന് അവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് മുടക്കി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഈ സ്ഥലത്തേക്ക് കൂടി ആളുകൾ കൂടുതൽ എത്തിച്ചേരും. ഇവരുടെ ഈ സംസ്കാര ചടങ്ങുകളിൽ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ ഈ നാടൊട്ടാകെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കാത്തിരിക്കുകയാണ്. ശരി മിഥുൻ, നമുക്ക് ഭൗതിക ശരീരം പുല്ലാട്ടേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു വരാം.